Good morning, my dear students. Let us start the next class. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ 5 ആണ്. കൺസിഡർ ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഇത് സോൾവ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 അല്ലേ. ഓൾറെഡി നിങ്ങൾക്കറിയാം ഇത്. അപ്പോൾ എക്സ് ഈക്വൽ ടു -2ഉം എക്സ് ഈക്വൽ ടു +2 ആണ് അതിൻ്റെ ആൻസേഴ്സ്, സൊല്യൂഷൻ ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √(-4). ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക? ഇതിന് നോ സൊല്യൂഷൻ എന്ന് പറയും അല്ലേ. കാരണം എന്താ? നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് ഇല്ല. അതാണ് നമ്മുടെ റീസൺ. ഓക്കെ, അപ്പോൾ റിയൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പർ സിസ്റ്റവും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. അതാണ് റിയൽ നമ്പർ സിസ്റ്റം ഇല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ദെൻ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ് റിയൽ നമ്പർ സിസ്റ്റം. ആ റിയൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷനും കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഈ നമ്പർ സിസ്റ്റം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഐ എന്ന് പറയുന്ന ഒരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഐ എന്ന് പറയുന്ന അയോട്ട എന്ന് പറയുന്ന വേർഡിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഐ എന്ന് പറയുന്ന ഈ നമ്പർ. എൻ്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് -1. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ ഐയും കൂടി റിയൽ നമ്പേഴ്സിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ നമ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ റിയൽ നമ്പേഴ്സിലും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ നമ്പർ സിസ്റ്റത്തിൽ റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് ദിസ് നമ്പർ ഐ ഈസ് റൂട്ട് ഓഫ് -1. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ റൂട്ട് ഓഫ് -4 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്ന ഐ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് -4നെ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് -1 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഇൻറ്റു റൂട്ട് ഓഫ് 4 വരും. റൂട്ട് ഓഫ് 4 പ്ലസ് ഓർ മൈനസ് 2 ആണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ ഇതെന്ത് വരും? ഐ ഇൻറ്റു പ്ലസ് ഓർ മൈനസ്, ഇങ്ങനെ എഴുതണ്ട, പ്ലസ് ഓർ മൈനസ് 2 പിന്നെ ഐ, പ്ലസ് ഓർ മൈനസ് I2 എന്നോ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2i എന്നോ എഴുതാം. ഓക്കെ, അപ്പോൾ ആരാണ് ഇവിടെ നമുക്ക് വരുന്ന സ്ക്വയർ റൂട്ട്? പ്ലസ് ഓർ മൈനസ് I2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി അല്ലേ. റൂട്ട് ഓഫ് -4 എന്നുള്ളതിന് സൊല്യൂഷൻ കിട്ടി. അതെന്താണ്? I2 ആണ്, പ്ലസ് ഓർ മൈനസ് I2. ഓക്കെ, അപ്പോൾ ഈ അപ്പോൾ ഏത് നമ്പറിനെയും നമുക്കപ്പോൾ റൂട്ട് ഓഫ് -16 വന്നാലോ ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് -1 ഇൻറ്റു 16 എന്ന് എഴുതാം. അപ്പോൾ അതെന്തായി? റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് 16. ഓക്കെ, അപ്പോൾ ഈ ഐക്ക് -1 റൂട്ട് ഓഫ് -1ന് പകരം ഐ എന്ന് എഴുതും. ഇത് പ്ലസ് ഓർ മൈനസ് 4 വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 4i അല്ലെങ്കിൽ I4 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തിൽ സൊല്യൂഷൻ കിട്ടും, നെഗറ്റീവ് നമ്പേഴ്സിനും സൊല്യൂഷൻ കിട്ടും. അപ്പോൾ പുതിയ നമ്പർ സിസ്റ്റമായി കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ സാധാരണ നമ്മൾ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുക ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലായിട്ട് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ പറയും. ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് IY. ഇപ്പോൾ എക്സ് പ്ലസ് IY എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, എക്സ് പ്ലസ് IY. ഇവിടെ എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, റിയൽ നമ്പറിൽ പെടാത്തതാണ് ഈ ഐ എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ എക്സ് പ്ലസ് IY ആണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതിൽ എക്സും വൈയും എന്താണ്? റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് IY എന്ന് എഴുതിയാൽ അതൊരു കോംപ്ലക്സ് നമ്പറായി. ഇനി ഇതിൽ ഈ എക്സിനെ നമ്മൾ റിയൽ പാർട്ട് എന്നാണ് വിളിക്കുക.
ഈ കോംപ്ലക്സ് നമ്പർ ഇസഡിൻ്റെ റിയൽ പാർട്ടാണ് എന്ത് എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമാജിനറി പാർട്ടാണ് വൈ എന്ന് പറയുന്നത്. വൈ ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഓക്കെ, അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും, ഇപ്പോൾ അനദർ കോംപ്ലക്സ് നമ്പർ ഓക്കെ ഇസഡ് എക്സ് പ്ലസ് ഐ വൈ എന്നൊരു ഫോം, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം എ പ്ലസ് ഐ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട്. ബിയോ ഇമാജിനറി പാർട്ട്. ഓക്കെ, ദെൻ ഐ ഈസ് റൂട്ട് ഓഫ് -1. അപ്പോൾ ഐ സ്ക്വയർ എന്ത് വരും? അതിൻ്റെ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ -1. അപ്പോൾ ഐ സ്ക്വയർ ഈസ് -1. ഓക്കെ, ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ഐ വരും. ദാറ്റ് ഈസ് -1 ഇൻറ്റു ഐ, ദാറ്റ് ഈസ് -i. ഓക്കെ, അപ്പോൾ ഐ ക്യൂബ് ഈസ് -i. ഐ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ, ദാറ്റ് ഈസ് -1 ഇൻറ്റു -1, ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഐ റൈസ് ടു 4 ഈസ് 1. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഐ ഈസ് റൂട്ട് ഓഫ് -1, ഐ സ്ക്വയർ ഈസ് -1, ഐ ക്യൂബ് ഈസ് -i ആൻഡ് ഐ റൈസ് ടു 4 ഈസ് 1. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റൈസ് ടു 4. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇത് ഇവിടെ ഉപയോഗിക്കുക. ഐ ഈസ് ഐ ആൻഡ് ഐ സ്ക്വയർ ഈസ് -1, ദിസ് ഈസ് -i ആൻഡ് നെക്സ്റ്റ് ഈസ് 1. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഐ -1 -i പ്ലസ് 1, സോ ദാറ്റ് ഈസ് 0. അപ്പോൾ ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റൈസ് ടു 4 ഈസ് 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് പ്ലസ് ഐ റൈസ് ടു 4 പ്ലസ് എക്സെട്ര പ്ലസ് ഐ റൈസ് ടു 99. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ആ 4 ഇതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എഴുതുക. അത് 0 ആണ് അല്ലേ. ദെൻ അടുത്തത് എന്ത് പറയും? ഐ റൈസ് ടു 5 പ്ലസ് ഐ റൈസ് ടു 6 പ്ലസ് ഐ റൈസ് ടു 7 പ്ലസ് ഐ റൈസ് ടു 8. 4 എണ്ണം ഒന്നിച്ച് എഴുതി ബ്രാക്കറ്റിൽ എഴുതി. ഇതിൽ നിന്ന് നമ്മൾ ഐ റൈസ് ടു 4 ഔട്ട് സൈഡിൽ എടുക്കുകയാണ്. ഇതിലെല്ലാം ഉണ്ട് ഐ റൈസ് ടു 4. അപ്പോൾ ഐ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ? ഐ റൈസ് ടു 4 ഇൻറ്റു ഐ ആണ്. അതാണ് ഐ റൈസ് ടു 5 എന്ന് എഴുതുന്നത് എക്സ്പൊണൻഷ്യൽ റൂൾ ഉപയോഗിച്ചിട്ട്. ഐ റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ ഐ റൈസ് ടു 4 ഇൻറ്റു ഐ റൈസ് ടു 2 വരും. അപ്പോൾ ഐ റൈസ് ടു 2 ഇൻറ്റു ഐ റൈസ് ടു 4 എന്ത് വരും? ഐ റൈസ് ടു 4 പ്ലസ് 2 അല്ലേ, ദാറ്റ് ഈസ് ഐ റൈസ് ടു 6. അപ്പോൾ ഐ റൈസ് ടു 6നെ നമുക്ക് ഐ റൈസ് ടു ഐ സ്ക്വയർ ഇൻറ്റു ഐ റൈസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എല്ലാം ഐ റൈസ് ടു 4 കോമൺ ആണ്. അത് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്ത് എഴുതി. ഐ റൈസ് ടു 4 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇത് തന്നെ വന്നു അല്ലേ, ഇത് ദാറ്റ് ഈസ് 0. അപ്പോൾ അത് ആ ടേം തന്നെ 0 ആയി. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം 4 വെച്ചിട്ട് ഒന്നിച്ചെഴുതും. അതിലെല്ലാം ഐ റൈസ് ടു 4 നമുക്ക് ഐ റൈസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ നമുക്കതെല്ലാം പലതും 0 ആയിട്ട് വരും. ദെൻ ഫൈനൽ ആൻസർ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് -1. ഓക്കെ, ഇവിടെ നമുക്ക് -1 ആണ് കേട്ടോ. 0 പ്ലസ് 0 പ്ലസ് ലാസ്റ്റ് മാത്രം 3 ടേംസാണ് ഇവിടെ വരുന്നത്. അതിൽ നമുക്ക് -1 ആണ് അതിൻ്റെ ആൻസർ വരിക. സോ ദ ഫൈനൽ ആൻസർ ഈസ് -1 ഹിയർ. ഓക്കെ, then come to the third one, 1 by I. 1 by I നമ്മൾ ഈക്വൽ ടു ഐ കൊണ്ട് രണ്ട് വശത്തും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. then you will get I by I square, that is I by -1, that is -i. സിംപ്ലിഫൈ ചെയ്യുന്നു. ഇതെല്ലാം സിംപ്ലിഫിക്കേഷൻ ആണ്. I raised to -39 എന്ന് പറഞ്ഞാൽ 1 by I raised to 39 വരും. then 1 by I raised to 38 into I. then I raised to 38 വരുമ്പോൾ അത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ വരുമ്പോൾ അത് -1 വരും. I square raised to 19 വരും. I square is -1 raised to ഓഡ് നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ -1 into I. ഇപ്പോൾ 1 by -i, ദാറ്റ് ഇസ് അത് നമ്മൾ നേരത്തെ ഇപ്പോൾ 1 by I ആണ്. ഇവിടെ 1 by -i വീണ്ടും I കൊണ്ട് രണ്ട് വശത്ത് മൾട്ടിപ്ലൈ ചെയ്തു. I by -i square. I square is -1. Negative of -1, that is 1. I by 1. I by -1. Okay, then that I by 1. Okay, I by 1 means negative of -1, that is I square is -1, that is 1. I by 1, so this is I. Okay, I raised to -39. 1 by I raised to 39, that is I raised to 38. -1 raised to 19. -1 raised to 19 ആകുമ്പോൾ that is -1 തന്നെ വരും. -i വരും താഴെ.
then I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I by negative I into I, that is I square, that is negative 1, negative of negative 1, then it is negative I, പോസിറ്റീവ് ആയല്ലോ, I ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. ഓക്കെ, കറക്റ്റ് ചെയ്യാം. ദെൻ കം ടു ദ നോട്ട്സ്. നെഗറ്റീവ് a മൈനസ് b ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ്, നെഗറ്റീവ് ഔട്ട്സൈഡിലെടുത്തു, നെഗറ്റീവ് ഓഫ് a പ്ലസ് b ഹോൾ സ്ക്വയർ. നെഗറ്റീവ് ഓഫ് a പ്ലസ് b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a പ്ലസ് b ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഔട്ട്സൈഡിലെടുത്ത് ക്യൂബ് വരുമ്പോൾ നെഗറ്റീവ് a പ്ലസ് b ഹോൾ ക്യൂബ്, negative 1 whole cube, that is negative a plus negative 1 cube varum. Negative 1 cube is negative 1, negative 1 into a plus b whole cube. Okay, then come to the standard form. നമ്മൾ പറഞ്ഞതാണ് x plus iy ആണ്, already we have considered that. Then come to algebra of complex numbers. Okay, algebra of complex numbers. ഇവിടെ ഒരു സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം. algebra of complex numbers നോക്കുക, addition of complex numbers. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ നേരത്തെ നമ്പേഴ്സിൽ ചെയ്യുന്നത് പോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് ചെയ്യാം. അതിൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, Z1 എന്ന് പറയുന്ന നമ്പർ a പ്ലസ് ഐ ബി ആൻഡ് Z2 is c പ്ലസ് ഐ ഡി. ഓക്കെ, ദെൻ Z1 പ്ലസ് Z2 ഈസ് a പ്ലസ് ഐ ബി പ്ലസ് c പ്ലസ് ഐ ഡി. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്യുന്നു, പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. I ഇൻറ്റു ഐ ബി പ്ലസ് ഐ ഡി, I ഔട്ട്സൈഡിലെടുക്കും, I ഇൻറ്റു ബി പ്ലസ് ഡി, അപ്പോൾ I ഇൻറ്റു ബി പ്ലസ് ഡി വേറെ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് എ റിയൽ നമ്പർ. അപ്പോൾ a പ്ലസ് സി പ്ലസ് I ഇൻറ്റു ബി പ്ലസ് ഡി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. 2 പ്ലസ് I3 ആൻഡ് Z2 ഈസ് 5 പ്ലസ് I2. Z1 പ്ലസ് Z2 ഈസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 5, ദാറ്റ് ഈസ് 7, ആൻഡ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് 2, ദാറ്റ് ഈസ് 5, I5. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ദാറ്റ് ഈസ് അഡീഷൻ. അപ്പോൾ അഡീഷനിൽ Z1 പ്ലസ് Z2 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ പാർട്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ ഇതുപോലെ Z1 മൈനസ് Z2 ലൈക്ക് ദിസ്, യു ഹാവ് ടു റൈറ്റ് ഇൻ ബ്രാക്കറ്റ് a പ്ലസ് ഐ ബി മൈനസ് സി പ്ലസ് ഐ ഡി. അപ്പോൾ അത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ a മൈനസ് സി വരും, a പ്ലസ് ഐ ബി മൈനസ് സി മൈനസ് ഐ ഡി വരും. അപ്പോൾ a മൈനസ് സി പ്ലസ് ഐ ഔട്ട്സൈഡിൽ എടുത്താൽ ബി മൈനസ് ഡി. അതാണ് ഇത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. 2 പ്ലസ് I3 5 പ്ലസ് I2. അപ്പോൾ Z1 മൈനസ് Z2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് I3 മൈനസ് 5 പ്ലസ് I2 മൈനസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മൈനസ് 5 പ്ലസ് I ഇൻറ്റു 3 മൈനസ് 2, ദാറ്റ് ഈസ് 2 മൈനസ് 5 ഈസ് മൈനസ് 3, മൈനസ് 3 പ്ലസ് I ഇൻറ്റു 1 വരും, അപ്പോൾ മൈനസ് 3 പ്ലസ് I വരും. ഓക്കെ, so that is subtraction. Then multiplication. Multiplication Z1 Z2 എന്ന് പറയുന്നത് a plus ib into c plus id. ഓക്കെ, a plus ib into c plus id എന്ത് വരും? ac. ഇത് നമ്മൾ ഇപ്പോൾ a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ലൈക്ക് ദിസ്, a ഇൻറ്റു സി, then a into id, then b into this ib into c, ib into d, like that. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഐയുടെ ടേംസ് എല്ലാം ഒന്നിച്ചെടുക്കുക. ദെൻ യു സിംപ്ലിഫൈ ദാറ്റ്. ഇപ്പോൾ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി എന്ന് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ ഇതാണ്. Z1 equal to 2 plus I3, Z2 equal to 5 plus I2. Then Z1, Z2 is like this, right, like this, 2 plus I3 into 5 plus I2. Then do like this. സാധാരണ പ്രോഡക്റ്റ് കാണുന്ന പോലെ 2 into 5
2 into I2, okay, like this. Then plus I3 into 5 plus I3 into I2. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2 into 5 10 plus 2 plus 2 into I2, okay, I3 5 I3 into I2 അത് സിംപ്ലിഫൈ ചെയ്തെഴുതുക. ദെൻ 10 minus 6 plus ഐ ഉള്ള ടേംസ് എല്ലാം ഒന്നിച്ച് എഴുതുക, അല്ലാത്തതെല്ലാം ഒന്നിച്ച് എഴുതുക. ദെൻ സിംപ്ലിഫൈ. ദെൻ യു വിൽ ഗെറ്റ് 4 plus I9. ഓക്കെ, സോ ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കി. എ പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി. ഓക്കെ, Z1 Z2 ടു നമ്പേഴ്സ്. എക്സാമ്പിൾ നോക്കാം. 2 plus I3 by 5 plus I2. ദെൻ ഇറ്റ് ഈസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഡിനോമിനേറ്റർ 5 plus I2 ആണ്. അപ്പോൾ നമ്മളിത് 5 minus I2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ബോത്ത് സൈഡ്സ്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇത് സാധാരണ യൂഷ്വൽ മെത്തേഡ് ഇങ്ങനെയാണ്. 5 minus I2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആസ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ് അല്ലേ താഴെ ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. എ സ്ക്വയർ ഇസ് 5 square ആൻഡ് ബി സ്ക്വയർ ഇസ് I2 whole square. ഓക്കെ, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. ദാറ്റ് ഈസ് 10 plus 6 11i by 25 plus 4. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് റാഷണൽ നമ്പറായി, ഡിനോമിനേറ്റർ ഒരു റിയൽ നമ്പറായിട്ട് വന്നു. ഇവിടെ 29 ആണ്. 16 plus 11i ആണ് ടോപ്പിൽ. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാം. ഓക്കെ, ലൈക്ക് ദിസ്. 16 plus 11i by 29 എന്ന് വരും. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. 16 by 29 plus I 11 by 29. Okay, so that is the answer for that question. Okay, ഇപ്പോൾ ഡിവിഷൻ നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്യും. അതായത് ഡിനോമിനേറ്റർ നമ്മൾ റാഷണലൈസ് ചെയ്ത്, അതായത് 5 plus I2 ആണെങ്കിൽ 5 minus I2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്കിപ്പോൾ 5 minus I2 ആണെങ്കിൽ 5 plus I2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഈ ഒഴിവാക്കി അടുത്ത പേജ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു മിസ്റ്റേക്ക് പറഞ്ഞിരുന്നു. അത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. I by +1 ആണ്, അപ്പം പോസിറ്റീവ് I വരും. ഇത് ക്ലിയർ അല്ലേ? അത് കറക്റ്റ് ചെയ്യുക. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഇത് പോസിറ്റീവ് I എന്നാക്കുക. ദെൻ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. താങ്ക് യു വെരി മച്ച്.